നമുക്ക് ആ മൾട്ടിപ്ലൈ കണക്റ്റഡ് പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് എന്തൊക്കെയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്ന റിലേഷൻസ് എന്ന് ഒരു വട്ടം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ച 3 റിലേഷൻസ് ഇതാണ്. ഒന്ന് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, 2φ1a1 പ്ലസ് 2φ2a2 പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് 2φ ഇൻറ്റു dx dy. ഈ ഇക്വേഷനിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഈ ഇക്വേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത സമയത്ത് നമ്മൾ എന്താണ് ഈ ഒരു ഫിഗർ വെച്ചിട്ടായിരുന്നു നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഒരു ഫിഗറിനകത്ത് എക്സ്റ്റേണൽ ബൗണ്ടറി ഉണ്ട്, 2 ഇൻറ്റേർണൽ ബൗണ്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്റ്റേണൽ ബൗണ്ടറിയുടെ ഇക്വേഷനായിരുന്നു φ1a1. ഇനി ഇൻറ്റേർണലിൻ്റെയാണ് ഈ φ2a2 φ3a3 വന്നത്. പക്ഷേ നമ്മളിനി പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ബൗണ്ടറിയുടെ കേസ് നമ്മൾ നോക്കുന്നില്ല. കാരണം അവിടെ ഫൈയുടെ വാല്യൂ 0 ആണ്. ഫൈയുടെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നില്ല, ബാക്കിയുള്ള ടേമേ ഉപയോഗിക്കുള്ളൂ. ഇതാണ് ഒരു കേസ്. ഇനി ചില ക്വസ്റ്റ്യനിൽ നമുക്ക് പറയും ഫൈ വേരി ചെയ്യുന്നു, ലീനിയർലി വേരിയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പ്രോബ്ലത്തിൽ തരും. അങ്ങനെ തരുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഈ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ടേം നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതായത് ഡബിൾ ഇൻ്റഗ്രൽ 2φ dx dy എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും, അതായത് ഇതിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. അപ്പോൾ തിക്നെസ് കുറവാകുന്ന കേസിൽ ഈ പറഞ്ഞ ഡബിൾ ഇൻ്റഗ്രൽ 0 ആയിട്ട് വരും. 0 അല്ല, ഏകദേശം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ട് ഉള്ള അസംഷനിലായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ പ്രോബ്ലത്തിൽ അൺലെസ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് വിൽ ടേക്ക് എന്താണ് ദ വാല്യൂ ആസ് 0 ഓഫ് എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ. ഡബിൾ ഇൻ്റഗ്രലിന് നമ്മൾ 0 ആയിട്ട് നമ്മൾ എടുക്കും. അല്ല എങ്കിൽ ഇപ്പോൾ സപ്പോസ് ചില ക്വസ്റ്റ്യനിൽ ഇനി ഒരു സെക്കൻഡ് പ്രോബ്ലത്തിൽ വരുമ്പോൾ അതിന് പറയുന്നുണ്ട് ഒരു ലീനിയർലി വേരിയിങ് ആണെന്ന് പറഞ്ഞു ഫൈ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർലി വേരിയിങ് എന്ന് പറഞ്ഞാൽ അതായത് എക്സ്റ്റേണൽ ബൗണ്ടറി ഉണ്ട്, ഇൻറ്റേർണൽ ബൗണ്ടറി ഉണ്ട്. എക്സ്റ്റേണൽ ബൗണ്ടറിയിലെ ഫൈയുടെ വാല്യൂ ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇൻറ്റേർണൽ ബൗണ്ടറിയുടെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ φ1 ആണ്. അങ്ങനെയാണെങ്കിൽ ലീനിയർലി വേരിയിങ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ ഇക്വേഷനിലെ ഫൈ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടെ ആവറേജ് ആയിരിക്കും. അതായത് ഫൈ പ്ലസ് φ1/2. ഫൈ ഓൾറെഡി 0 ആണ്. അങ്ങനെയാണെങ്കിൽ 0 പ്ലസ് φ1/2 അല്ലെങ്കിൽ φ1/2 ആയിരിക്കും നമ്മൾ എന്താണ് ഇവിടെ എടുക്കുക. അതായത് ഈ ഡബിൾ ഇൻ്റഗ്രൽ 2 ഇൻറ്റു ഫൈ dx dyയിലെ ഫൈക്ക് പകരം φ1/2 ആയിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇനി അടുത്ത് ബൗണ്ടറി കണ്ടീഷൻ വരുന്നത് എന്തായിരുന്നു, സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ∂φ/∂n ഇൻറ്റു ds ഈക്വൽ ടു 2gθ ഇൻറ്റു ai. അതുപോലെ ടോയുടെ റിലേഷൻ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ എന്താണ് ∂φ/∂n, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതുപോലെ ഒരു സർക്കുലാർ സെക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എക്സ്റ്റേണൽ ബൗണ്ടറി ഉണ്ട്, ഇൻറ്റേർണൽ ബൗണ്ടറി ഉണ്ട്. എക്സ്റ്റേണൽ ബൗണ്ടറിയിൽ നമ്മൾ പൊതുവെ അറിയാം എന്താണ് ഫൈ 0 ആണ്. ഇൻറ്റേർണൽ ബൗണ്ടറിയുടെ ഫൈ നമുക്കറിയില്ല, അതിന് നമുക്ക് φ1 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ ഇൻറ്റേർണൽ കർവിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. ഇനി ഇതിൻ്റെ തിക്നെസ് T ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. obtain the value of Prandtl stress function at the inner surface of the thin hollow circular bar. Find the torque transmitted and J integral and shear stress along the wall. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, Prandtl stress function at the inner surface, അതായത് φ1 ഇന്നർ സർഫസിലെ Prandtl stress function φ1 കണ്ടുപിടിക്കുക. നെക്സ്റ്റ്, ഫൈൻഡ് ദ ടോർക്ക് ട്രാൻസ്മിറ്റഡ് T, ക്യാപിറ്റൽ T കണ്ടുപിടിക്കുക. അതുപോലെ J ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഷിയർ സ്ട്രെസ് ടോയും കണ്ടുപിടിക്കുക. ഫിഗർ തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണം. ഫസ്റ്റ് സൈക്ലിക് ഇൻ്റഗ്രൽ നമ്മൾ പറഞ്ഞു, സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ∂φ/∂n ഇൻറ്റു ds ഈക്വൽ ടു 2gθ ai. ഫസ്റ്റ് റിലേഷനാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്താണ് ∂φ/∂n എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, ചേഞ്ച് ഇൻ ഫൈ ഇവിടെ ത്രൂ ഔട്ട് സെയിം ആണ് അല്ലേ. ത്രൂ ഔട്ട് ദ സൈക്കിൾ എന്താണ്
φ1 മൈനസ് ഫൈ ആണ്, അല്ലെങ്കിൽ φ1 മൈനസ് 0 ആണ്, ബൈ എൻ തിക്നെസ്സും സെയിം ആണ് അല്ലേ, ടി ആണ്, ത്രൂ ഔട്ട് ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എന്തായിരിക്കും, ഡോ ഫൈ ബൈ ഡോ എൻ എന്ന് പറഞ്ഞ സാധനം φ1 മൈനസ് 0 അല്ലെങ്കിൽ φ1 ബൈ ടി എന്നായിരിക്കും ലെഫ്റ്റ് സൈഡിൽ വരിക. ഇനി അവിടെ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് സൈക്ലിക് ഇൻ്റർവൽ ഓഫ് ഡോ ഫൈ ബൈ ഡോ എൻ ഇൻറ്റു ഡി എസ്. അതിന് നമുക്ക് രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ എന്താണ്, ഡോ ഫൈ ബൈ ഡോ എന്നെ പുറത്തെടുത്തിട്ടുണ്ട്. പുറത്തെടുക്കാൻ കാരണം എന്താണ്, അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. ഈ ഒരു കേസിൽ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നമ്മളതിനെ പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് സൈക്ലിക് ഇൻ്റർവൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞ് കിട്ടി. സൈക്ലിക് ഇൻ്റർവൽ ഓഫ് ഡി എസ് എന്ന് പറയുന്നത് എന്താണ്, ഫുൾ സർക്കംഫറൻസ് ആണ്. ഡി എസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ കൺസിഡർ ചെയ്ത എലമെൻറ്റിൻ്റെ മാത്രം ലെങ്ത് ആയിരുന്നു. അപ്പം സൈക്ലിക് ഇൻ്റർവലാകുമ്പോൾ ടോട്ടൽ സർക്കംഫറൻസ് ആണ്. ഇവിടുത്തെ സർക്കിളിൻ്റെ കേസിൽ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2πr ആണ്. അപ്പോൾ ഇൻറ്റു 2πr ഈക്വൽ ടു 2gθ ഇൻറ്റു എ ഐ. എ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ഇൻറ്റീരിയർ സർക്കിളിൻ്റെ ഏരിയ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, πr² ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി, ഡോ ഫൈ ബൈ ഡോ എൻ ഈക്വൽ ടു gθ ഇൻറ്റു ആർ. ഇവിടെ ഡോ ഫൈ ബൈ ഡോ എന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ φ1 ബൈ ടി എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. φ1 എന്ന് പറഞ്ഞാൽ എന്താണ്, φ1 ബൈ ടി എന്ന് വരാൻ കാരണം ഡോ ഫൈ എന്ന് പറയുന്നത് എന്താണ്, ത്രൂ ഔട്ട് ഈ ഒരു ഫിഗർ നമ്മൾ നോക്കിയറിയാം എന്താണ്, ചേഞ്ച് ഇൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, φ1 മൈനസ് ഫൈ അല്ലെങ്കിൽ φ1 മൈനസ് 0 ആണ്, ഡിവൈഡഡ് ബൈ അവിടുത്തെ തിക്നെസ്, ഓരോരുത്തരും തിക്നെസ് ടി തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡോ ഫൈ ബൈ ഡോ എൻ എന്ന് പറയുന്നത് എന്താണ്, φ1 ബൈ ടി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു gθ ഇൻറ്റു ആർ ആണ്. അപ്പോൾ അതിൽ നിന്ന് φ1ൻ്റെ റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. φ1ൻ്റെ ഇക്വേഷൻ എന്താ കിട്ടുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് φ1 ഈക്വൽ ടു gθ ആർ ടി എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്, പ്രാണ്ടിൽ സ്ട്രെസ് ഫംഗ്ഷൻ ഓഫ് ദ ഇന്നർ കർവ് എന്ന് ചോദിച്ചത് ഇതായിരുന്നു. φ1 കിട്ടി. ഇനി നെക്സ്റ്റ് ടോർക്കിൻ്റെ ഇക്വേഷൻ ആയിരുന്നു 2φ1a1 പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് 2φ dx dy. ഇവിടത്തെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഫൈയുടെ വേരിയേഷനെ കുറിച്ചൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു, സിൻസ് ദ തിക്നെസ് ഓഫ് ദ ബാർ ഇസ് വെരി സ്മോൾ, ദ വാല്യൂ ഓഫ് ഡബിൾ ഇൻ്റഗ്രൽ ഈസ് മച്ച് സ്മോളർ ആസ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് ടേം, സോ ഇറ്റ് മേ ബി നെഗ്ലക്റ്റഡ് ആൻഡ് ടി ഈക്വൽ ടു എന്താണ്, ഫസ്റ്റ് ടേം മാത്രം, 2 ഇൻറ്റു φ1a1 മാത്രം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് φ1ൻ്റെ വാല്യൂ നമുക്കറിയാം gθ ആർ ടി ആണ്, അതുപോലെ a1ൻ്റെ വാല്യൂ അറിയാം πr² ആണ്. ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ടിയുടെ നമുക്കൊരു റിലേഷൻ കിട്ടി. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ടിക്ക് നമുക്കൊരു റിലേഷൻ കിട്ടി. ഇതിൽ ടിക്ക് വേറൊരു ഇക്വേഷനും ഉണ്ടായിരുന്നു, ടി ഈക്വൽ ടു gθ ഇൻറ്റു ജെ എന്ന് പറഞ്ഞിട്ട്, വേർ ജെ ഇസ് ദ ജെ ഇൻ്റഗ്രൽ ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് gθ ഇൻറ്റു ഒരു ടേം എന്നുള്ള രീതിയിലാക്കുന്നു. അതായത് ഇതെന്തായിരിക്കും, ഇവിടെ ഒരു gθ ഉണ്ട് അല്ലേ, അതായത് നമുക്ക് ടി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു gθ ഇൻറ്റു ബാക്കിയുള്ള ടേംസ് എന്താണ്, 2 ഇൻറ്റു ആർ ടി ഇൻറ്റു πr² അല്ലേ. അപ്പോൾ അങ്ങനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഈ gθ അല്ലാതെ ബാക്കി വരുന്ന എല്ലാ സാധനത്തിനും കൂടെ ജെ ആയിട്ട് നമുക്ക് പറയാം. ജെ ഈക്വൽ ടു 2πr³ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ ഫൈ ബൈ ഡോ എൻ ആണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, gθ ഇൻറ്റു ആർ.